നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രോഹിത്തിനെ വിളിക്കുക അലീന വിളിച്ചിട്ട് പറഞ്ഞു, രോഹിത്തെ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ എവിടെയാന്ന് വെച്ചാൽ തന്നോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ രോഹിത്തിന് ഭയങ്കര ദേഷ്യം. രോഹിത്ത് പറഞ്ഞു, നീ എന്താടി പറഞ്ഞേ? ഫോൺ തരാൻ മനസ്സിലടി, നീ എന്ത് ചെയ്യും? ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് പറയണത് നിന്നോട്. നിനക്ക് ഫോൺ തരുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് പറ. നീ എന്നെ കടിക്കിനകത്തേക്ക് കയറ്റുവോ? അന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അലീന പറഞ്ഞു, രോഹിത്തെ ഇത്ര സമയം എന്ന് പറഞ്ഞാൽ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രം. പക്ഷെ നീ ചെയ്യുന്നുണ്ടല്ലോ, നീ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ആ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നീ നിർത്താൻ നോക്കോ, അതാ നിനക്ക് നല്ലത്. എടി അതൊക്കെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്നെ നേരെയാക്കാനോ നീ വളർന്നിട്ടില്ല, അതിൻ്റെ ആവശ്യം നിനക്കില്ല. അലീന പറഞ്ഞു, ആയിക്കോട്ടെ, നിന്നെ നേരെയാക്കാനായിട്ട് അവസരം തന്നു ഞാൻ. നിനക്ക് നേരെയാവാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷെ നീ അത് മുതലാക്കിയിട്ടില്ല. ഒരവസരം നിനക്ക് തന്ന് നന്നാവാനായിട്ട്, പക്ഷെ അന്ന് നീ നന്നായില്ല. വീണ്ടും ഇനി ഒരവസരം കൂടെ തരാൻ പറ്റില്ല രോഹിത്തെ. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഫോൺ എവിടെയെന്ന് പറയുന്നത് നിനക്ക് നല്ലത്. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനേ ബാലേന്ദ്ര സാറിനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരും, നിന്റെ മുറിയിലേക്ക്. അന്നാ വാടി, നീ വാ, ധൈര്യമുള്ളവളാണേ വാടി. നീ എന്താ ചെയ്യുന്നത് എനിക്കൊന്ന് അറിയണല്ലോ. വരിക മാത്രമല്ല, ഞാൻ എല്ലാം വിളിച്ചു പറയും. എന്നാ നീ ഒന്ന് കേൾക്കട്ടെ. അത്രയ്ക്ക് ധൈര്യമുള്ളവളാണ്, നീ ചെയ്യടി. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, ഓഹോ, എന്നാലും നിനക്ക് മാറാൻ മനസ്സിലല്ലേ? എൻ്റെ ഫോൺ എവിടെ നീ പറയില്ലല്ലേ? അതേടി, പറയത്തുമില്ല, മാറാനും മനസ്സില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചെയ്യാം. രോഹിത്തെ, നിനക്ക് തന്ന സമയം കഴിഞ്ഞു. ഇന്ന് 9 മണിക്ക് മുമ്പ് നീ എൻ്റെ ഈ ഫോൺ കൊണ്ട് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരുമല്ലോ, ആ സമയത്ത് അവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയും. ഇത് കേട്ടപ്പോൾ രോഹിത്തൊന്ന് ഞെട്ടി. നിനക്കറിയണോ, നിന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും എല്ലാം ഇരിക്കണ സമയത്ത് ഞാൻ ആ കാര്യം കൂടെ വിളിച്ചു പറയും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അത് മാത്രമല്ല, ഇപ്പോഴും എനിക്ക് സമയമുണ്ട്. ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല. പോലീസിന് മൊഴി കൊടുത്തെങ്കിലും അതെന്താ മൊഴി കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേങ്കിൽ എനിക്കിനി അവസരമുണ്ട്. ഞാൻ പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാണല്ലോ, നീ അകത്താ, പിന്നെ നീ പുറലോകം കാണത്തില്ല. എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത്. ഇതും പറഞ്ഞിട്ട് അലീന കോളം കൂടെ കട്ട് ചെയ്തു. രോഹിത്തിന് ടെൻഷൻ കയറി. രോഹിത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം നിർത്തില്ല, ആ ഫോണൊക്കെ കട്ടിലേക്ക് വലിച്ചെറിയുക. അതിനുശേഷം വീണ്ടും ഫോൺ എടുത്ത് ഹരിയെ വിളിക്കുക. ഹരിയെ വിളിച്ചിട്ട് ഹരി കോൾ എടുക്കുന്നില്ല. ഇവനെന്താ പോലും കോൾ എടുക്കാതെ? ആകെപ്പാട് ടെൻഷനായിപ്പോയി. ആ സമയം അലീന അടുക്കളയിലായിരുന്നു. വയ്യാന്ന് പറഞ്ഞാലും അലീന അടുക്കളയിൽ കയറുന്നുണ്ട്. കാരണം അലീനയെ കൊണ്ട് ജോലികളൊക്കെ വൈജയന്തി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് അങ്ങോട്ടേക്ക് വന്നു. രോഹിത്ത് വന്നിട്ട് അലീന അടുത്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് അലീന എന്താ? അത് പിന്നെ ഫോൺ എന്തിയെ? എനിക്ക് ആ ഫോൺ കിട്ടിയാൽ മതിയാവുള്ളൂ. അത് നിന്റെ ഫോണ് ഹരി എടുത്തുകൊണ്ട് പോയിരുന്നു. ഹരി എടുത്തുകൊണ്ട് പോയെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ നശിപ്പിച്ചു കാണോ? എനിക്കതാ അറിയേണ്ടത്. അത് പിന്നെ അവനെടുത്തോണ്ട് പോയി ആ ഫോണ് പുഴയിലെറിഞ്ഞെന്നോ? എടാ, നിനക്കൊക്കെ അതിൻ്റെ വില എന്താണെന്നറിയാവോ? നിനക്ക് അതിൻ്റെ വില അറിയത്തില്ല. കാരണം അതെൻ്റെ ബ്രിജിത്ത മമ്മിയുടെ അതൊരു നല്ലൊരു ഫോണെന്ന രീതിയിലല്ല ഞാൻ എന്നെ കൊണ്ടുവരുന്നത്. പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെതായ വിലയുണ്ട് ആ ഫോണിന്. ഞാൻ എൻ്റെ ജീവന് തുല്യം ആ ഫോണിനെ സ്നേഹിച്ച്. അറിയാവോ? നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ സമയത്ത് രോഹിത് പറഞ്ഞു, അത് ഞാൻ പിന്നെ പുതിയൊരു ഫോൺ മേടിച്ചു തരാം. എനിക്ക് പുതിയ ഫോണൊന്നും വേണ്ട. പുതിയ ഫോൺ മേടിച്ചു തന്നാലും ആ ഫോണിൻ്റെ അടുത്ത് എത്തൂല. അതിന് അത്രമാത്രം വിലയുള്ള ഫോണായിരുന്നു. ആ സമയത്ത് രോഹിത് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഒന്നും പറയാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അലീന പറഞ്ഞു, അല്ല, ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് എന്നോടൊരു ക്ഷമ ചോദിക്കാൻ തോന്നില്ലേ? ക്ഷമയോ? അതെ, ഒരു സോറി ചോദിക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു സോറി പറഞ്ഞേക്കാം. എടാ, അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന കാര്യമല്ല സോറി. അത് അവനവൻ്റെ മനസ്സിൽ നിന്ന് വരണം. നമുക്ക് തോന്നണം ഒരാൾക്ക് നമ്മളൊരാളുടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റാൻ തോന്നി അയാളോട് നമ്മൾ സോറി ചോദിക്കണം. അല്ലാതെ ഒരാൾ ഉന്തി ഉരുട്ടി പറയിപ്പിക്കുന്ന കാര്യമല്ല സോറി. അത് കേട്ടതും ഭയങ്കര ദേഷ്യം വന്നു. രോഹിത് പറഞ്ഞു, പിന്നെ നിന്നോട് ആ സോറി പറയാനായിട്ട് കൊള്ളാം, നല്ല കഥയായി. അലീന പറഞ്ഞു, നീ വരൂടാ, നീ എൻ്റെ കാലെ പിടിച്ച് സോറി പറഞ്ഞിട്ട് പറയും, ചേച്ചി ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നീ വരും. അത് ഇനിയിപ്പോൾ അധികം നാൾ വിദൂരമല്ല. നിൻ്റെ എൻ്റെ കണക്ക് പുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ രണ്ടുപേരും ഈ ലോകം വിട്ടു പോകാൻ പോകുന്നില്ല. അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് രോഹിത്തിനെ വെല്ലുവിളിച്ച് അലീന. രോഹിത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് ബബിതയും കൃഷ്ണമോളും കൂടെ സ്കൂളിലേക്ക് പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കുമാണ് മണിശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മണിശങ്കർ വന്നിട്ട്, രണ്ടുപേരും കൂടെ പോവാണ്. അതെ, രണ്ടുപേരും കൂടെ പോവാ. എന്താ മനുവേട്ടൻ വരുന്നുണ്ടോ? ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ലേറ്റ് ആയില്ലേ? ലേറ്റായി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ലേറ്റ് ആകുന്നൊക്കെ നല്ലതാ.
പിന്നീട് മണിശങ്കർ അകത്തേക്ക് കയറി വന്ന് ബാലേന്ദ്രനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല അങ്കിളൊന്ന് പോകുന്നില്ലേ? ഒണ്ടറ പോകുന്നുണ്ട്. നീ എന്താ വീട്ടിൽ പോകാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നേ? വീട്ടിൽ പോയി തല കാണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രോഹിത് സ്കൂളിലേക്ക് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നേ. രോഹിത്തും മണിശങ്കറിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നീട് മണിശങ്കർ രോഹിത്തിനോട് ചോദിച്ചു, അല്ല നീ കോളേജിലേക്കാണോ? അതെ. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ. കണ്ടില്ലോ, ഇങ്ങനെയല്ല, വിശദമായിട്ട് എനിക്കൊന്ന് കാണണം. ഇത് കേട്ടതും രോഹിത്തിന് മുഖത്തിന് പതർച്ചയുണ്ടായി. രോഹിത്ത് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കോളേജിലേക്ക് പോവാം. ആയിക്കോട്ടെ, വന്നേയുമ്പോൾ കാണാം. രോഹിത്ത് അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, എന്താടാ മനു? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളതൊക്കെ തന്നെയാ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടാലും കേട്ടാലും ഒക്കെ മനസ്സിലാവും. എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാക്കേണ്ട കാര്യമില്ല. ബാലേന്ദ്രൻ ഇത് പറഞ്ഞപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല അങ്കിളേന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വൈജയന്തി എന്നിട്ട് ചോദിച്ചു, നീയോ? എന്താടാ മനു നീ ഈ വഴിക്കൊക്കെ? അല്ല, എല്ലാവരെയും ഒന്ന് കണ്ടു കെട്ടി പോകുന്ന കരുതി. ആൻറ്റി എങ്ങോട്ടാ? ഓഫീസിലേക്കാണോ? അതെ, ഞാൻ ഓഫീസിലേക്ക് പോവാം. പിന്നീട് അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, എടി അലീനെ, എനിക്കവിടെ ചായ ഇങ്ങോട്ട് എടുത്തോണ്ട് പോവാ എന്നൊക്കെ അവിടെ നിന്ന് അലറി വിളിച്ച് പറയണം. അപ്പോഴേക്കും അലീന പോയി ചായ എടുത്തോണ്ട് വന്നു. ചായ എടുത്തോണ്ട് വൈജയന്തിക്ക് കൊടുത്തിട്ടിച്ചു, അല്ല മനുവേട്ടന് ചായ വേണോ? മനുവേട്ടനോ? ആരുടെ നിന്റെ മനുവേട്ടൻ എന്ന് വൈജയന്തി ചോദിച്ചു. മര്യാദയ്ക്ക് സാറേന്ന് വിളിച്ചോളാം. അത് കേട്ടത് അലീന പറഞ്ഞു, എന്നോട് മനുവേട്ടൻ തന്നെയാ പറഞ്ഞേ, എന്നെ സാറിൽ നിന്നും വിളിക്കണ്ട, മനുവേട്ടെന്ന് വിളിച്ചാൽ മതിയെന്ന്. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, ഞാൻ തന്നെ അവളോട് പറഞ്ഞേ, ഈ സാറേ മാഡം എന്നുള്ള വിളിയൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല, എന്നെ ഏട്ടാന്ന് വിളിച്ചോളാം ഞാനാ പറഞ്ഞത്. അതിനിപ്പം ആൻറ്റിക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ലേലും അതേലോടാ, നിനക്ക് നാണമില്ലെന്ന് കരുതിയിട്ട് എനിക്ക് നാണമുണ്ട്. കാരണം ഇവളെ പോലെ ജോലിക്കാർ നിന്നെ ഏട്ടാന്നൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നാണക്കേട് എനിക്കാ. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയത്തില്ല ആൻറ്റി, പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പം അത്രയ്ക്ക് നാണമൊന്നും ഇല്ല. ഇത് കേട്ടപ്പം അലീന ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് പോയി. ബാലേന്ദ്രൻ ഇതെല്ലാം ശ്രദ്ധിച്ച് പത്രം വായിക്കുന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ പറഞ്ഞു, ആൻറ്റി അലീനയെ കൊണ്ട് ഇത്ര ജോലികളൊക്കെ ചെയ്യിക്കാൻ പാടുണ്ടോ? അതെന്താടാ? അലീനയുടെ കാര്യം അറിയാലോ, അവൾക്ക് വയ്യായികയല്ലേ, അവളുടെ അസുഖമൊന്നും ഭേദമായിട്ടില്ലല്ലോ. എടാ, അത്രയ്ക്ക് വയ്യായികം കാര്യങ്ങളൊന്നും അവൾക്കില്ല, അവളിവിടെ ജോലി ചെയ്യട്ടെ. എൻ്റെ ആൻറ്റി ഇങ്ങനെയൊന്നും പറയരുത്. എന്താടാ, അവൾ വിളിച്ച് നിന്നോട് പറഞ്ഞോ എനിക്ക് ഇവിടെ ജോലിയാന്ന്? അവൾ അങ്ങനെ പറയുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പക്ഷെ ആൻറ്റിയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേ. ഓഹോ, അപ്പം അങ്ങനെയാണോ? എന്നാൽ ജോലിയൊന്നും ചെയ്യാനും മേലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, അവളെ കൂട്ടിക്കൊണ്ട് പോക്കോ. അവളെ ഞാനിവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവാ. ഇനിയിപ്പോൾ അവൾക്ക് ഇവിടെ നിപ്പുണ്ടാകത്തില്ല. അല്ലെങ്കിൽ അവളെ പോലെ ഒരിത്തിരി ഞാനിതിനെയും ഇവിടെ പിടിച്ചു നിർത്തുന്നേ. അത് കേട്ടതും മനുഷ്യങ്കർ ആണോ? ആൻറ്റി എപ്പോഴാണ് പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. കാറുമായിട്ട് ഞാൻ വന്നോളാം. അല്ലടാ, നീ ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നേ? വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല മനുശങ്കർ അങ്ങനെ പറയുന്നു. ആൻറ്റി ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയെന്നോ എന്തോ ആൻറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. ആൻറ്റി ഇവിടുന്ന് പറഞ്ഞു വിടുന്നതല്ലേ അലീനെ, പിന്നെ അവളുടെ ഉത്തരവാദിത്വം എനിക്കല്ലേ. ഞാൻ അവളെ എവിടെ കൊണ്ടുപോയാലെന്താ, കൊണ്ടുപോയില്ലെങ്കിൽ എന്താ? ആൻറ്റി അതിനെക്കുറിച്ചും ചിന്തിക്കുക പോലും വേണ്ട. ബാലേന്ദ്രൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അല്ലേലും അതെ, എല്ലാവർക്കും എന്നെ തോൽപ്പിക്കാനുള്ള താല്പര്യം. ആൻറ്റിനെ ആര് തോൽപ്പിച്ചെന്നാ? ആൻറ്റി സ്വന്തമായിട്ട് തോൽക്കുന്ന, ഞങ്ങൾ ആരും ആൻറ്റിയെ തോൽപ്പിക്കാൻ വന്നിട്ടില്ല. അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിച്ചു, അല്ല ഉച്ചയ്ക്കത്തെ ലഞ്ച് കൊണ്ടുപോകുന്നില്ലേ? ലഞ്ചൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാൻ കഴിക്കണല്ല, പ്രശ്നം തീർന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് അലീന പിന്നീട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. അതിനുശേഷം തൻ്റെ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് ഗുളിക എടുത്ത് കഴിക്കുക. എൻ്റെ മോളെ, നീ ഇപ്പോഴാണ് ഗുളിക എടുത്ത് കഴിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശി ഞാൻ മറന്നുപോയി. സ്വന്തം കാര്യം നീ മറന്നുപോയില്ലേ, മറ്റുള്ളവരുടെ കാര്യം മറക്കാറില്ലല്ലോ. അത് പിന്നെ സ്വന്തം കാര്യമല്ലേ മുത്തശ്ശി മറക്കാൻ പറ്റുള്ളൂ. അതെ, പിന്നെ മുത്തശ്ശിക്ക് ഒരു വിസിറ്റർ ഉണ്ട്. ആരാന്നറിയാവോ? ആരാ? മനുവേട്ടൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി, ശബ്ദം കേട്ടായിരുന്നു ഞാൻ മനുവിൻ്റെ. അപ്പോഴെനിക്ക് തോന്നി മനുവാ വന്നിരിക്കുന്നതെന്ന്. അപ്പോഴേക്കും മനുശങ്കർ അകത്തേക്ക് വന്നിട്ട് മേ കമ്മിന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരാനായിട്ട് നിനക്ക് അനുമതി ചോദിക്കേണ്ട കാര്യമുണ്ടോ? കയറി വാടാ ഇങ്ങോട്ടേക്ക്. അപ്പോഴേക്കും മനുശങ്കർ വന്നിട്ട് ആഹാ, ഇതാരും സൗദാമിനിയാ? എൻ്റെ സൗദാമിനിയാണ് ഈ കിടക്കണേ. എടാ, നിന്റെ മുത്തശ്ശിയാടാ ഞാൻ, നീ എന്നെ പേര് വിളിക്കോ? പിന്നെ അല്ലാതെ ഞാൻ സൗദയെന്നൊക്കെ വിളിക്കുള്ളൂ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് സ്നേഹം കൊണ്ട് മനുവേട്ടൻ വിളിക്കുന്നല്ലേ? അതെ അതെ, ഇവന് ഭയങ്കര സ്നേഹം എന്നോട് എന്നും പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുക. അതെ, അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, എടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങൾ? അതെ, മുത്തശ്ശിന് മോളോടൊന്ന് പറയണം കേട്ടോ, ഇത്തരം ജോലികളൊന്നും അലീനെ കൊണ്ട് ചെയ്യിക്കരുന്ന്. എടാ, ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താവാനാ? ഞാൻ പറയുന്ന അവള് വല്ല അനുസരിക്കുമോ? അതാ കുഴപ്പം, ആര് പറഞ്ഞാലും ആൻറ്റി അനുസരിക്കില്ല. അലീന പറഞ്ഞു, എൻ്റെ മനുവേട്ട, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് മാഡം ജോലി ചെയ്യിക്കാതിരിക്കണ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താ? മാഡത്തിനോട് പറഞ്ഞാൽ മതി മനുവേട്ടൻ. അവളെ ഇങ്ങനെ വെറുതെ ഇരുത്താൻ പാടില്ല.
നന്നായിട്ട് ജോലികളൊക്കെ ചെയ്യിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് 2 വർത്താനം അങ്ങ് പറഞ്ഞു വയ്ക്കേ. അപ്പം നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. എനിക്ക് ഇച്ചിരി റെസ്റ്റ് കിട്ടും. ആഹാ, നീ നിന്റെ മാഡത്തിൻ്റെ സൈക്കോളജി മൊത്തം പഠിച്ചു വെച്ചിരിക്കുക അല്ലേ? പിന്നെ മാഡത്തിൻ്റെ സൈക്കോളജി മൊത്തം ഞാൻ പഠിച്ചു വെച്ചിരിക്കുക. എനിക്കറിയാലോ കാര്യങ്ങൾ. അപ്പോഴേക്കും മുത്തശ്ശി ചിരിച്ചു. ആ സമയത്ത് അലീനയോട് മനുഷ്യൻ ചോദിച്ചു, അല്ല നിന്റെ ഫോൺ എന്തിയേ? അത് പിന്നെ അവന്മാർ നശിപ്പിച്ച് കാണുമല്ലേ? ഒരു നിമിഷം മുത്തശ്ശി ഞെട്ടിപ്പോയി. മുത്തശ്ശി ചോദിച്ചു, അവന്മാരോ? ഏതവന്മാർ? അത് കേട്ടതും അലീന മനുഷ്യങ്ങളെ നോക്കി കണ്ണിറുക്കുവാണ്. അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞു, അത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് നശിപ്പിച്ച് കാണും, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അലീന പറഞ്ഞു, അത് ശരിയാ, ഞാനിവിടെ ഫോൺ വെച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെയാണോ? അല്ല മോളെ, എൻ്റെ ഫോൺ ഇവിടെ ഉണ്ടല്ലോ, നീ എൻ്റെ ഫോൺ എടുത്ത് വിളിച്ചോ, ആവശ്യത്തിന് അതുണ്ടല്ലോ, പിന്നെ നിനക്ക് വേറെ ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും ഞാനിപ്പോഴാ ഫോണാണ് മുത്തശ്ശി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനുഷ്യങ്ങളോട് ഞാൻ അങ്ങനെയാണ് കുഴപ്പമില്ല, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ, അപ്പം മുത്തശ്ശി പിന്നെ കാണാം. ശരിയുടെ മോനെ, എങ്ങനെയൊക്കെ പറയാണ്. അങ്ങനെ മനുശങ്കർ അലീനയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. പിന്നീട് കുറേ സമയം കഴിഞ്ഞു. വൈജയന്തി വൈകുന്നേരം വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പം അലീനയെ വിളിക്കുകയാണ്. അലീന ചെന്നു. അപ്പോഴേക്കും വൈജയന്തി കുറേ ബില്ലുകളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ മാഡം, എന്തിനാ വിളിച്ചേ? നിനക്ക് ഹോസ്പിറ്റലിൽ എത്ര രൂപയുടെ ആയത്? ഭാഗ്യം കിടക്കുന്ന പൈസ എടുത്ത് ചിലവാക്കിയിരിക്കുന്നു. അല്ല, എത്ര രൂപ മാഡം? 1,60,000 രൂപ കണക്ക് കൂട്ടുവാണ്. ഇത്രയും പൈസ നീ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി തരൂടി? അല്ല, അത് പിന്നെ ഞാൻ എടി, നിൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ എടുക്കാറുണ്ടോ? എൻ്റെ ഈ പൈസ എടുക്കാനില്ല മാഡം. അല്ല, മാഡം എന്നെ ഇവിടുന്ന് പിരിച്ചുവിടാൻ പോവാന്നല്ലേ പറഞ്ഞേ? പിരിച്ചുവിടാൻ പോവാണോ? അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, നിന്നെ പിരിച്ചുവിടണോ വേണ്ടോന്ന്. നിന്നെ പിരിച്ചുവിട്ടാൽ ആ പൈസ എനിക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് വസൂലാക്കാൻ പറ്റും. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ചു. ഈ മാസത്തെ ശമ്പളം നിന്റെ കട്ട് ചെയ്യുവാണെങ്കിൽ 1,60,000 പോയാൽ പിന്നെ ബാക്കി എത്ര രൂപയും കൂടെ നീ ഞങ്ങൾക്ക് തരണം എന്നിങ്ങനെ വൈജയന്തി കണക്ക് കൂട്ടുക. ആ സമയത്ത് അത് കണ്ട് അലീനയ്ക്ക് ചിരി വന്നു. കാരണം സ്വന്തം അമ്മയാണ് മോൾക്ക് ചിലവാക്കിയ പൈസയെക്കുറിച്ച് കണക്ക് കൂട്ടുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് അലീനയ്ക്ക് ചിരി പൊട്ടിയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.